ചാനൽ 13.8 ഏവർക്കും സ്വാഗതം. നമ്മുടെ ജാതി സംവരണം ഭരണഘടന എന്ന പ്രഭാഷണ പരമ്പരയിലെ മൂന്നാമത്തെ എപ്പിസോഡാണിത്. കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളിൽ നമ്മൾ ലോകത്തിലെ വ്യത്യസ്ത രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള സംവരണങ്ങളും ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവരണങ്ങളെക്കുറിച്ചും ഒരു അല്പം പറഞ്ഞു. ഇന്ന് ഇന്ത്യയിലെ സംവരണത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ത്യയിൽ സംവരണം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 330 മുതൽ 337 വരെയാണ്. അത് കഴിഞ്ഞ ലക്കത്തിൽ നമ്മളത് വായിച്ച് വിശദീകരിച്ചിരുന്നു. അതിൽ പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രം സംവരണം കൊടുക്കണമെന്നും സോഷ്യലി എഡ്യൂക്കേഷനലി ബാക്ക്വേർഡ് ക്ലാസ്സസ് ഓഫ് ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ പ്രൊവിഷൻ കൊണ്ടുവരാം, കമ്മീഷൻ ഉണ്ടാക്കാം എന്നൊക്കെ ഭരണഘടന പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കുറേ കാലത്തേക്ക് നടന്നില്ല. അത് സംഭവിച്ചത് 1979 ആദ്യമായിട്ട് കോൺഗ്രസ് ഇതര സർക്കാർ കേന്ദ്രം ഭരിച്ചപ്പോൾ ജനതാ പാർട്ടി ഗവൺമെൻറ്, മൊറാർജി ദേശായി എന്ന് പറഞ്ഞ പഴയ കോൺഗ്രസ്സുകാരനായ ജനതാ പാർട്ടി നേതാവ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് 1979 BP മണ്ഡൽ എന്ന ഒരു വ്യക്തിയെ ഒരു കമ്മീഷനായി നിയമിക്കുന്നത്. ഇന്ത്യയിലെ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് കണ്ടെത്തുകയും അവർക്ക് ജോലിയിലും വിദ്യാഭ്യാസത്തിലും സംവരണം വേണോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ നിയമിക്കുന്നത്. ഈ കമ്മീഷൻ ഒരു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പോൾ ഈ കമ്മീഷന് പറ്റിയ ഒരു ചെറിയ അബദ്ധം, 1931 മാത്രമാണ് ഇന്ത്യയിൽ ജാതി അടിസ്ഥാനത്തിലെ ഒരു സെൻസസ് നടക്കുന്നത്. ആ സെൻസസിനെ മാത്രം അവലംബിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആരാണ് പിന്നോക്ക ജാതി, ആരാണ് മുന്നോക്ക ജാതി എന്നൊക്കെ കണ്ടെത്തിയത്. അത് വളരെ ഒരു കോൺട്രവേഴ്സ്യലായിരുന്നു. കാരണം എന്താണ് പിന്നോക്കത്തിൻ്റെ അർത്ഥം? അദ്ദേഹം പിന്നോക്ക ജാതിയല്ല കണ്ടെത്തിയത്, പിന്നോക്ക വിഭാഗങ്ങൾ, വർഗം, അതർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. പക്ഷേ കാലക്രമേണ ഉപയോഗത്തിൽ ആ വാക്ക് മാറി മാറി ഇപ്പോൾ ആളുകളൊക്കെ OBC എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കുന്നത് അതർ ബാക്ക്വേർഡ് കാസ്റ്റ് എന്നാണ്, പിന്നോക്ക ജാതി. നമ്മൾ കേരളത്തിലും വ്യാപകമായിട്ട് പിന്നോക്ക ജാതി എന്നൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തിലും ആ വാക്ക് ഉപയോഗിച്ചാൽ എന്നോട് ക്ഷമിക്കുക, ചിലപ്പോൾ അറിയാതെ പറയേണ്ടി വരും. പക്ഷേ തമിഴ്നാട്ടിൽ അവർ ആ വാക്ക് ഉപയോഗിക്കില്ല. അവർ പറയുന്നത് പിറപ്പെടുത്തപ്പെട്ട ജാതിന എന്ന് പറഞ്ഞാൽ പിന്നോക്കം ആക്കപ്പെട്ട ജാതി. ഞാൻ പിന്നോക്കമല്ല, എന്നെ ആരൊക്കെയോ പിന്നോക്കമാക്കി എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നുമില്ല. എല്ലാവരും ഞാൻ പിന്നോക്കം, അയാൾ മുന്നോക്കം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സംവരണത്തിന് വേണ്ടി നിയമിച്ച മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ട് വന്ന ഉടനെ തന്നെ ആ ഗവൺമെൻറ് താഴെ പോയി 1980. അതിനുശേഷം ഇന്ദിരാഗാന്ധി വീണ്ടും തിരിച്ചു വന്നു, കോൺഗ്രസ് ഗവൺമെൻറ്. ആ ഗവൺമെൻറ് അതിൽ ആക്ഷനൊന്നും എടുത്തില്ല, അത് പൂത്തിവെച്ചു. അതിൻ്റെ പിന്നിൽ ഒരു വലിയ കാരണമുണ്ട്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ ഇന്ത്യയിലെ എക്കാലത്തെയും വോട്ട് ബാങ്കുകൾ എന്ന് പറയുന്നത് ബ്രാഹ്മണരും കുറച്ച് ക്ഷത്രിയരും മുസ്ലിങ്ങളും ആദിവാസികളും ദളിതരും ഒക്കെ ആയിരുന്നു. ന്യൂനപക്ഷങ്ങൾ. മറ്റ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട യാദവർ അടക്കമുള്ള വലിയൊരു വിഭാഗം OBCകൾ എന്ന് പറയുന്ന ആളുകൾ എപ്പോഴും കോൺഗ്രസ്സിന് പുറത്തായിരുന്നു. അവർ സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി, പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി, അങ്ങനെ പല പാർട്ടികളിലായിട്ട് ചിതറിക്കിടക്കായിരുന്നു. അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് കോൺഗ്രസ്സിന് കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗത്തിന് ഗുണകരമാകുകയും കോൺഗ്രസ്സിലുള്ള ഒരു പ്രമുഖ ഗ്രൂപ്പ്, അതായത് ബ്രാഹ്മണർ, കോൺഗ്രസിൻ്റെ നെടുംതൂണാണ് അവർ. ആ ബ്രാഹ്മണരാണ് കേന്ദ്ര സംസ്ഥാന സർവീസുകളിലെ ഏറ്റവും ഒരു ഡൊമിനൻ്റ് കാസ്റ്റ്, ഏറ്റവും കൂടുതൽ ജോലികൾ കൈയടക്കി വെച്ചിരിക്കുന്ന സമൂഹമായതുകൊണ്ട് അവരെ അത് ദോഷകരമായി ബാധിക്കുമോ എന്നുള്ള ഭയം കോൺഗ്രസ്സിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാൻഷിറാം എന്ന് പറഞ്ഞ BSP നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുണ്ട്, കോൺഗ്രസ് 1 നമ്പർ കാ മനുവാദി പാർട്ടി ഹേ, BJP 2 നമ്പർ കാ മനുവാദി പാർട്ടി ഹേ. മനുവാദി പാർട്ടി കോൺഗ്രസ് 1 ആണ്, അത് ഒരു കംപ്ലീറ്റ്ലി ബ്രാഹ്മണിക്കൽ പാർട്ടിയാണെന്നാണ് കാൻഷിറാം പറയുന്നത്. ഇതുകൊണ്ടായിരിക്കാം. അപ്പോൾ രണ്ടാമത് ഈ 79 നിയമിച്ച് 80 റിപ്പോർട്ട് കൊടുത്ത മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 80 മുതൽ 89 വരെ
തുടർച്ചയായി ഭരിച്ച കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ, അത് ഇന്ദിരാഗാന്ധിയും അതിനുശേഷം രാജീവ് ഗാന്ധി വന്നു, ഈ രണ്ട് പേരും അത് നടപ്പിലാക്കിയില്ല. 89 ഇലക്ഷനിൽ രാജീവ് ഗാന്ധി തോറ്റുപോകുകയും VP സിംഗ് പ്രൈം മിനിസ്റ്ററായി വന്നു. അന്ന് VP സിംഗിനെ ഞാൻ മുമ്പ് പറഞ്ഞ ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള മുലയം സിംഗ്, ലാലു പ്രസാദ്, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും ഉള്ള ഈ സംസ്ഥാന നേതാക്കന്മാർക്ക് സ്വാധീനമുള്ള പാർട്ടികൾ, ഓരോ സ്റ്റേറ്റിലുള്ള ഈ സംസ്ഥാന പാർട്ടി, ചെറുകിട പാർട്ടികളെല്ലാം ഈ VP സിംഗ് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ VP സിംഗിന് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് VP സിംഗ് എടുത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്ത്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്യലിൻ്റെ പിന്നിലും രണ്ട് കഥകളുണ്ട്. ഒന്ന്, ഇത് ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് BJP ഒരു രഥയാത്ര നടത്തുകയും ആ രഥയാത്രയിൽ ഹിന്ദുക്കൾ പൂർണ്ണമായിട്ടും അഡ്വാനിയുടെ രഥത്തിൻ്റെ പുറകെ കൂടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇനി വോട്ട് ചെയ്യാൻ ആരാ ഉള്ളതെന്ന് VP സിംഗും കോൺഗ്രസും എല്ലാം വിചാരിക്കുകയും അങ്ങനെ രഥയാത്രയുടെ പുറകെ പോകുന്ന ആ ജനകോടികളെ രണ്ടായി പിളർത്താൻ വേണ്ടി ഈ മണ്ഡൽ കാർഡ് എടുത്ത് വീശ ചെയ്തത്. മണ്ഡൽ കാർഡ് വീശി ഇപ്പോൾ 27% സംവരണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ പകുതി പേര് രഥയാത്ര ഉപേക്ഷിച്ച് VP സിംഗിൻ്റെയും മറ്റുള്ളവരുടെയും കൂടെ പോവുകയും ചെയ്തു. എല്ലാം രാഷ്ട്രീയ കളികളാണ്. എല്ലാ സംവരണങ്ങളും നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ 27% സംവരണം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ആണ് നമ്മുടെ മണ്ഡൽ വിഭാവനം ചെയ്തത്. ഇത് വലിയ കോലാഹലമുണ്ടാക്കി. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഈ സംവരണ വിഷയത്തിൽ ഉത്തരേന്ത്യയിലൊക്കെ വലിയ ബഹളം നടന്നു. ഒരുപാട് യുവാക്കൾ സ്വയം ആത്മഹത്യ ചെയ്തു, ചിലരൊക്കെ സ്വയം തീ കൊളുത്തി, ചിലരൊക്കെ മറ്റുള്ളവർ തീ കൊളുത്തി. വലിയ സംഭവം ഉണ്ടായി. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ കേരളത്തിലായാലും അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊന്നും ഒരു ചലനം ഉണ്ടായില്ല. മാത്രമല്ല അവരെല്ലാം ഈ സമരത്തിന് അനുകൂലമായിരുന്നു. കാരണം കേരളത്തിൽ ഈ മണ്ഡൽ കമ്മീഷൻ്റെ ലിസ്റ്റിൽ വരുന്ന ജാതികളൊക്കെ ആ സമയത്ത് സംവരണം അനുഭവിക്കുന്നവരാണ്. അവർക്ക് ഇതിൻ്റെ കൂടെ കേന്ദ്രത്തിലും കിട്ടുന്നു, അവർ വളരെ ഹാപ്പിയാണ്. പിന്നെയുള്ളത് ഇവിടെ സമരത്തെ എതിർക്കാനുള്ള ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ട് ഇവിടങ്ങളിലൊന്നും നടന്നില്ല. ഉത്തരേന്ത്യയിൽ വ്യാപകമായിട്ട് കൊള്ളയും കൊള്ളിവെപ്പും സമരങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല, അത് നിലവിൽ വന്നു. അതിനെതിരായിട്ട് ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കോർട്ട് കേസുകൾ വന്നത് ഈ മണ്ഡൽ കമ്മീഷനെതിരായിട്ടാണ്. ഹൈക്കോടതികളും സുപ്രീം കോടതി കേസ് കൊണ്ട് നിറഞ്ഞു. അങ്ങനെയാണ് സുപ്രീം കോടതിയുടെ ഒരു 9 അംഗ ബെഞ്ച് ഒരു സുപ്രധാന വിധി പ്രഖ്യാപിച്ചു. ഇന്ദിര സോനി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അത് ഒരു കേസല്ല, ഒരുപാട് കേസുകളെ കൂട്ടിക്കെട്ടിയിട്ടുള്ളൊരു വിധിയാണ്. ആ വിധിനെ മണ്ഡൽ വിധി എന്നാണ് പറയുന്നത്, മണ്ഡൽ കേസ്. ഈ ലീഗൽ സർക്കിളിൽ അറിയപ്പെടുന്നത് മണ്ഡൽ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ മണ്ഡൽ കേസ് ജഡ്ജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ആ വിധിയിൽ ഈ സുപ്രീം കോടതി ചില കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചു. അതായത് പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ ആളുകൾ എല്ലാവരും പിന്നോക്കമായിരിക്കില്ല. ആ സമൂഹങ്ങളിൽ കുറേ പേരൊക്കെ മുന്നോക്കമായി കഴിഞ്ഞു, കുറേ പേര് പിന്നോക്കമായിരിക്കും. അപ്പോൾ അവരെ വ്യത്യസ്തരാക്കാൻ വേണ്ടി ഒരു ക്രീമി ലെയർ കൊണ്ടുവരണം, ഒരു പാൽപ്പാട. അതിൽ തന്നെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ കുറച്ച് ഉയർന്ന ആളുകളെ മാറ്റി നിർത്തണം എന്നൊരു കണ്ടീഷൻ കൊണ്ടുവന്നു. അത് ഇന്ത്യയിൽ ആദ്യമായിരുന്നു അങ്ങനൊരു കണ്ടീഷൻ, ക്രീമി ലെയർ. അത് അത് വലിയ ചർച്ചയായിരുന്നു. മാസങ്ങളോളം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചർച്ച ചെയ്തു. ചില പാർട്ടികളെ അനുകൂലിച്ചു, ചില പാർട്ടികൾ, കേരളത്തിൽ പോലും CPIM ക്രീമി ലെയറിനെ അനുകൂലിക്കുകയും CPI അതിനെ എതിർക്കുകയും ചെയ്തു. അതുപോലെ മറ്റു പാർട്ടികളും പക്ഷം പിടിച്ചിട്ടുണ്ട്, പലരും പക്ഷം പിടിച്ചു. ഇത് വേണ്ട, ക്രീമി ലെയർ വേണ്ടാന്നും വേണമെന്നും. എന്തായാലും അത് അവസാനം തീരുമാനമായി, നടപ്പായി. ആ ക്രീമി ലെയറിൻ്റെ പരിധി ആദ്യകാലത്ത് വളരെ ചെറിയൊരു എമൗണ്ട് ആയിരുന്നു. അത് കൂട്ടിക്കൂട്ടി ഇപ്പോൾ 8 ലക്ഷം നിൽക്കുന്നു. അത് 15 ലക്ഷം ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ പിന്നോക്ക വിഭാഗ കമ്മീഷനൊക്കെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ മണ്ഡൽ കമ്മീഷന് മുമ്പുള്ള അവസ്ഥയിലേക്കൊന്ന് വരാം. അപ്പോൾ മണ്ഡൽ കമ്മീഷൻ വരുന്നതിന് മുമ്പും ഈ പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ ഉണ്ടായിരുന്നു. കേരളം, തമിഴ്നാട് പോലെയുള്ള പല സംസ്ഥാനങ്ങളും പിന്നോക്ക വിഭാഗങ്ങൾക്ക് വളരെ മുമ്പ് തന്നെ, സ്വാതന്ത്ര്യത്തിന് പോലും മുമ്പ് തന്നെ സംവരണം നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 3-4 തലമുറകൾ സംവരണം അനുഭവിച്ച് ഇരിക്കുന്ന സമൂഹങ്ങൾ ഈ സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. പക്ഷേ വേറെ ചില സംസ്ഥാനങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. അവിടെ പട്ടിക വിഭാഗങ്ങൾക്ക് മാത്രമായിരുന്നു സംവരണം. ഓക്കെ, അപ്പോൾ മണ്ഡൽ കമ്മീഷൻ വന്നത്, അത് ഇംപ്ലിമെൻ്റ് ആയത് 79 വെച്ച കമ്മീഷൻ 80 റിപ്പോർട്ട് കൊടുക്കുന്നു. 90 അത് VP സിംഗ് പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ റൂൾസും വകുപ്പുകളും എല്ലാം ഉണ്ടാക്കി കോടതി വിധിയെല്ലാം കഴിഞ്ഞ് അത് ഇംപ്ലിമെൻ്റ് ആയത്
1993 1993. അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ ഞാൻ ഇടയ്ക്ക് പറഞ്ഞ കാര്യം ഒന്ന് സ്ലിപ്പായി പോയി. അതായത് ഈ മണ്ഡൽ കമ്മീഷൻ വരുന്നതിന് മുമ്പും മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഗവൺമെൻറ് സർവീസിലും വിദ്യാലയങ്ങളിലും കോളേജുകളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ ജനസംഖ്യയുടെ അനുപാതത്തിലുണ്ടായിരുന്നില്ല, അത് കുറവായിരുന്നു. അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ കൊണ്ടുവന്നത്. അപ്പോൾ ഈ കമ്മീഷൻ്റെ ഒരു പ്രത്യേകത, ഇത് എങ്ങനെയാണ് ഈ പിന്നോക്ക വിഭാഗം എന്നുള്ളത് കണ്ടെത്തിയെന്നുള്ളതാണ്. അങ്ങനെ അവരൊരു ഇൻഡെക്സ് ഓഫ് ബാക്ക്വേർഡ്നെസ് ഉണ്ടാക്കിയിരുന്നു. ഇത് ഇനി ജഡ്ജ്മെൻറ്റ്, നമ്മുടെ മണ്ഡൽ കമ്മീഷൻ്റെ ജഡ്ജ്മെൻറ്റ് ചർച്ച ചെയ്യുമ്പോൾ അങ്ങോട്ട് പറയാം. അപ്പോൾ അത് നമ്മുടെ കേരളത്തിൽ ബ്രാഹ്മണരായിട്ടുള്ള 2 ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി പോലും ഈ OBC ലിസ്റ്റിലുണ്ട്. ഇന്ത്യയിൽ മൊത്തം എടുത്താൽ 100 കണക്കിന് ബ്രാഹ്മണ ജാതികൾ OBCയിലുണ്ട്. ഇന്ത്യയിൽ എവിടെയും ഒരു മതത്തിന് മൊത്തത്തിലാക്കിയിട്ടില്ല. സിഖ് മതം, ബുദ്ധമതം, ഹിന്ദു മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, ഇത്രയും മതങ്ങളിൽപ്പെട്ട നിരവധി ജാതികളെ, ഇതെല്ലാം ജാതി അധിഷ്ഠിത മതങ്ങളാണ്. ഹിന്ദു പോലെ തന്നെ ജാതിയുള്ള മതങ്ങളാണ് ഞാനീ പറഞ്ഞതെല്ലാം. അവർക്കെല്ലാം, ആ ജാതികൾക്കെല്ലാം മണ്ഡൽ കമ്മീഷൻ്റെ ഈ OBC ലിസ്റ്റിൽ ഇടം കിട്ടിയിട്ടുണ്ട്. അതിൽ കേരളത്തിൽ വന്നപ്പോൾ ഒരു പ്രശ്നമുണ്ടായി. കേരളത്തിൽ അന്ന് വരെ മുസ്ലിം സമൂഹത്തിന് മത അടിസ്ഥാനത്തിൽ സംവരണം ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയും മത അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമായി. അപ്പോൾ കേരളത്തിലും അവർ മുസ്ലിങ്ങളിലെ ചില ജാതികളെയാണ് ചൂണ്ടിക്കാണിച്ചത്. കാരണം കേരളത്തിന് പുറത്തൊക്കെ ഹിന്ദു ജാതിയുടെ അതേ പേരിൽ തന്നെയാണ് മുസ്ലിം ജാതി അറിയപ്പെടുന്നത്. പല ജാതികളുടെയും ജാതി പേര് ഒന്നായിരിക്കും. ഒന്ന് മുസ്ലിം മുഹമ്മദ് മണ്ഡൽ, പ്രകാശ് മണ്ഡൽ, BP മണ്ഡൽ. ആ മണ്ഡൽ പേര് മുസ്ലിങ്ങൾ ധാരാളമുണ്ട്. ബംഗാളിലും ബീഹാറിലൊക്കെ ഒത്തിരി മുസ്ലിങ്ങൾ ഉപയോഗിക്കുന്നൊരു കാസ്റ്റ് ടൈറ്റിലാണ് മണ്ഡൽ. അപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്ത ആളുകൾ അവരുടെ ആ ജാതി പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് ഇസ്ലാം എന്ന ആ ഒരു ഐഡൻറ്റിറ്റിയിൽ ലയിച്ചു പോയി. അത് ക്രിസ്ത്യൻ മതത്തിലുണ്ടായില്ല. ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത ആളുകളിൽ കുറച്ച് പേരെങ്കിലും അവരുടെ ആ ജാതി ഐഡൻറ്റിറ്റി നിലനിർത്തിയിട്ടുണ്ട്. ഉദാഹരണം നാടാർ. കേരളത്തിൽ അവർക്ക് പ്രത്യേക സംവരണമുണ്ട്. പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ആളുകൾ ഷെഡ്യൂൾ കാസ്റ്റ് കൺവേർട്സ് ഫ്രം ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കോട്ട കേരളത്തിലുണ്ട്. അവർ പരിവർത്തനം ചെയ്ത ചില പ്രത്യേക സഭകളുണ്ട്. അതുമെല്ലാം ഈ മിഷണറി ചർച്ചകളാണ്. നമ്മുടെ നാട്ടിൽ യൂറോപ്യൻസ് എല്ലാം വന്നുണ്ടാക്കിയ ലൂത്തറൻ ചർച്ച്, സാൽവേഷൻ ആർമി, അങ്ങനെ എനിക്ക് പേരറിയാത്ത കുറേ കൊച്ചു കൊച്ചു സഭകളുണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ടും പട്ടിക വിഭാഗങ്ങൾ കൺവേർട്ട് ചെയ്തവരാണ്. അപ്പോൾ ആ സഭകളിലുള്ള ആൾക്കാർക്കെല്ലാം ഈ സംവരണം കിട്ടുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഷെഡ്യൂൾഡ് കാസ്റ്റായി കൺസിഡർ ചെയ്ത് സംവരണം കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് SCCC. അത് ക്രിസ്ത്യൻ SC എന്ന് പറയാം, SC ക്രിസ്ത്യൻ. അവർക്ക് കേന്ദ്രത്തിൽ വരുമ്പോൾ ഈ മണ്ഡലിലാണ് വരുന്നത്, OBCയിലാണ് വരുന്നത്, SCയിൽ വരുന്നില്ല. തമിഴ്നാട്ടിലും അങ്ങനെ പറ്റി. തമിഴ്നാട്ടിലും പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനോ മുസ്ലിമോ ആയ ആളുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ OBC കോട്ടയിലുള്ളൂ. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെയും OBC കോട്ടയിലാണ്, SCയിൽ എടുക്കില്ല. അപ്പോൾ ഈ കോട്ടയുടെ പ്രത്യേകത, ഏറ്റവും നാട്ടിൽ ST, അതിന് മുകളിൽ SC, അതിന് മുകളിൽ OBC അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് കഴിയുമെങ്കിൽ ST ആയി കിട്ടുക എന്നുള്ളതാണ്. കാരണം മത്സരം എളുപ്പമാവുകയാണ്. അത് കഴിഞ്ഞാൽ SC. കാരണം OBCയിലെ മുമ്പ് മത്സരം കടുക്കുക. കാരണം അതിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് വരും. അപ്പോൾ തമിഴ്നാട്ടിലെ ക്രിസ്തു മതത്തിൽ നിന്നും ഇസ്ലാം മതത്തിൽ നിന്നും മതം മാറി ഹിന്ദു മതത്തിൽ നിന്ന് മതം മാറി ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളിലേക്ക് മാറിയ പട്ടികജാതിക്കാർ ഇപ്പോൾ അവിടെ അറിയപ്പെടുന്നത് OBC ക്ലാസ്സിലാണ്. അത് ഒരു നിലയ്ക്ക് പ്രൊമോഷനാണ്. ക്രിസ്ത്യാനിയായപ്പോൾ ഒരു പ്രൊമോഷൻ കിട്ടി. പക്ഷേ അവർക്ക് OBCയിലുള്ള പ്രബല ഹിന്ദു സമുദായങ്ങളുമായിട്ട് മത്സരിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ അതേ വ്യക്തികൾക്ക് ഈ ക്രിസ്തു മതത്തിലും, പ്രത്യേകിച്ച് ക്രിസ്തു മതത്തിൽ, ഇസ്ലാമിനേക്കാൾ കൂടുതലായിട്ട് ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത പട്ടികജാതിക്കാരനെ പട്ടികജാതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അവർക്ക് പട്ടികജാതിയിൽ ഒരു മേൽക്കൈ കിട്ടും. ഇത് അറിയുന്ന ഈ ഹിന്ദു മതത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പട്ടികജാതിക്കാർ പട്ടികജാതി ക്രിസ്ത്യാനികൾക്ക് സംവരണം കൊടുക്കുന്നതിനെ നഖശിഖാന്തം എതിർക്കുന്നുണ്ട് ഇന്ത്യ ഒട്ടാകെ. പട്ടികജാതി ക്രൈസ്തവർക്ക് സംവരണം വേണമെന്ന് പറഞ്ഞ് ശബ്ദമുയർത്തിയ ഒരേ ഒരു ദളിത് ലീഡറാണ് രാംവിലാസ് പസ്വാൻ. പുള്ളിയുടെ ബീഹാറിൽ പുള്ളിയുടെ ആ ഏരിയ മുഴുവൻ ഒരുപാട് ട്രൈബൽ ക്രിസ്ത്യൻസും ഷെഡ്യൂൾ കാസ്റ്റ് ക്രിസ്ത്യൻസും ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി പുള്ളി അങ്ങനെ ഒരു പ്രസ്താവന കൊണ്ടുവന്നു. പക്ഷേ ഓൾ ഇന്ത്യ ലെവലിൽ അതിന് സ്വീകാര്യത കുറഞ്ഞു. കാരണം അതിനെ ഒരു പട്ടികജാതി നേതാവ് പോലും അംഗീകരിക്കില്ല. അദ്ദേഹത്തിൻ്റെ അണികൾ വിട്ടുപോകും.
ഇപ്പോൾ അണികൾ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഒരു പുതിയ സംവരണം 2019 ഇന്ത്യ കണ്ട എക്കാലത്തെയും വേഗത്തിൽ നിയമനിർമ്മാണം നടത്തിയ ഒരു വസ്തുതയാണ് ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ സംവരണം. മുന്നോക്ക സമുദായങ്ങളിൽ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്ക് സംവരണം. അതിൻ്റെ പേര് ചുരുക്കപ്പേര് EWS എന്നാണ്. അതിന് 10% സംവരണം. അത് എവിടെ നിന്നാണ്? 50% വരുന്ന ജനറൽ സീറ്റിൽ നിന്ന് 10% സംവരണം EWSന് നീക്കി വച്ചേക്കണം. ഇതിനെ വ്യാപകമായിട്ട് എതിർപ്പ്. പക്ഷേ ഈ നിയമം നടപ്പിലാക്കാൻ സർക്കാരിന് വളരെ കുറച്ച് സമയം വേണ്ടി വന്നുള്ളൂ. ഒരു കാര്യമായ ചർച്ചകളൊന്നും വേണ്ടി വന്നില്ല. ഇന്ത്യയിലുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു ഭൂരിപക്ഷം പാർട്ടികളും അതിനെ സപ്പോർട്ട് ചെയ്തു. ലോകസഭയിലും രാജ്യസഭയിലും വളരെ കൂളായിട്ടത് പാസ്സായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു പാർട്ടിയാണ് ബഹുജൻ സമാജ് പാർട്ടി. ആ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ്? ആ പാർട്ടിയുടെ അണികളിൽ ഒരു ചെറിയ ശതമാനം ബ്രാഹ്മണരുണ്ട്. അത് ബ്രാഹ്മൺ ദളിത് ആക്സിസാണ് ആ പാർട്ടി. കോൺഗ്രസിൻ്റെ വോട്ട് ബാങ്കായിരുന്ന ദളിത് വിഭാഗങ്ങളും ബ്രാഹ്മണരും കൂടെ ഒന്നിക്കുന്നൊരു പാർട്ടിയാണ് BSP, മായാവതിയുടെ നേതൃത്വത്തിൽ. 2ാം സ്ഥാനത്ത് നേതാവ് ഒരു ബ്രാഹ്മണ ലീഡറാണ്. അപ്പോൾ ബ്രാഹ്മൺ വോട്ട് ബാങ്ക് ഉള്ളത് കൊണ്ട് അവർക്ക് ഗുണകരമാകുന്ന ഈ സംവരണത്തെ മായാവതി പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തു. അത് പാസ്സായി. വളരെ പെട്ടെന്ന്, സാധാരണ ഒരു നിയമം ഇപ്പോൾ CAA ഇപ്പോഴത്തെ ഗവൺമെൻറ് വളരെ താല്പര്യത്തിൽ കൊണ്ടുവന്ന നിയമമാണ്. ലോകസഭയും രാജ്യസഭയും പെട്ടെന്ന് പാസ്സാക്കുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ റൂൾസ്, ഈ ആക്ട് നടപ്പാക്കണമെങ്കിൽ റൂൾസ് ഉണ്ടാക്കണം. അതുണ്ടാക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണ്. പാർലമെൻറ്റ് നിയമം പാസ്സാക്കുന്നു, ഉദ്യോഗസ്ഥന്മാർ അതിൻ്റെ റൂൾസ് ഉണ്ടാക്കുന്നു. അതെങ്ങനെ നടപ്പിലാക്കണം, നടപ്പിലാക്കുമ്പോൾ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെയാണ് റൂൾസ് ഉണ്ടാക്കുന്നത്. ഈ റൂൾസ് ഉണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ 10% സംവരണത്തിൻ്റെ റൂൾ ഉണ്ടാക്കാൻ നിമിഷ നേരം കൊണ്ട് കഴിഞ്ഞു. അത് ഇംപ്ലിമെൻ്റായി. ഇന്ത്യ ഒട്ടാകെ വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സർവീസിലേക്കൊക്കെ ഈ EWS കോട്ടയുണ്ട്, വിദ്യാഭ്യാസങ്ങളിലുണ്ട്. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വിദ്യാഭ്യാസത്തിൽ EWS കോട്ട വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ പ്രസ്താവനകൾ ഞാൻ കണ്ടു. നമുക്കിനി ഈ EWS കോട്ട എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് ഇത്രയും വേഗത്തിൽ വന്നു എന്നുള്ളത് പരിശോധിക്കുമ്പോൾ അതിന് പിന്നിലുള്ള കുറച്ച് രാഷ്ട്രീയം മനസ്സിലാവും. ഒരു കാരണം, ഇന്ത്യയിൽ ഡൊമിനൻ്റ് കാസ്റ്റുകൾ, അത് ചില സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ചില പ്രദേശങ്ങളിൽ ആധിപത്യ സ്വഭാവമുള്ള ചില ജാതികളുണ്ട്. അവരൊന്നും പിന്നോക്ക ജാതിയല്ല, അവരൊക്കെ മുന്നോക്ക ജാതികൾ തന്നെയാണ്. പക്ഷേ അവർക്ക് സംസ്ഥാന സർക്കാർ സർവീസിലെ പ്രാതിനിധ്യം അവരുടെ ജനസംഖ്യയുടെ അനുപാതത്തിലല്ല കുറവായിരിക്കാം. കാരണം സർക്കാർ ജോലിയിലെ പ്രാതിനിധ്യം ഒരിക്കലും ഒരു കാലത്തും ഒരു രാജ്യത്തും അവിടുത്തെ ജനസംഖ്യയുടെ അനുപാതത്തിലോ അവിടുത്തെ ഏതെങ്കിലും ആധിപത്യ ജാതിയുടെ അധീനതയിലോ ആയിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് ഒരുപക്ഷേ ഇവിടുത്തെ ഏറ്റവും ആധിപത്യം ചെലുത്തുന്ന ബ്രാഹ്മണ സമുദായം സർക്കാർ സേവനങ്ങളും അവരുടെ കുത്തകയാക്കി മാറ്റിയത്. മറ്റു രാജ്യങ്ങളിലും അങ്ങനെയില്ല. ഇന്ത്യയിൽ പോലും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ജാതി എന്ന് പറയപ്പെടുന്ന നമ്പൂരിമാർ സംസ്ഥാന സർവീസിലും കേന്ദ്ര സർവീസിലും ഒരു കാലത്ത് വളരെ താഴെയായിരുന്നു. കാരണം അവർ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ സമ്മതിച്ചില്ല. അവർ അത്രയും ഉയർന്നവരാണെന്ന് സ്വയം കൽപ്പിക്കുകയും വേറൊരു വ്യക്തിയുടെ കീഴിൽ പോയി ജോലി ചെയ്യാൻ അവരുടെ ഈ അയിത്തങ്ങളും ആചാരങ്ങളും അനുവദിക്കാത്തതുകൊണ്ട് അവർ ജോലിക്ക് പോയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായവും അവർക്ക് സംവരണം കൊടുത്തിട്ട് പോലും പലപ്പോഴും ആ സംവരണ കോട്ട പോലും ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം അവരും ഒരു അമുസ്ലിമിൻ്റെ കീഴിലൊരു മുസ്ലിം ജോലി ചെയ്യരുതെന്നുള്ള ഇസ്ലാമിക നിയമങ്ങളും, അതുകൂടാതെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയും. പുരുഷന്മാർ 8-9 പഠിച്ച് തോറ്റ് എന്തെങ്കിലും പണിക്ക് പോകും, അല്ലെങ്കിൽ ഗൾഫിൽ പോകും. പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിന് വിടുകയില്ല. പിന്നെ ആരാണ് ഈ 10ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ജോലിക്ക് വരിക? വളരെ അപൂർവ ആൾക്കാരുള്ളൂ. അവരും ചിലപ്പോൾ വീട്ടുകാരുടെ കച്ചവടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ തൊഴിലുകളിലോ സ്വയം തൊഴിലിലോ കൃഷിയിലോ ഏർപ്പെടും, അല്ലെങ്കിൽ ഗൾഫിൽ പോകും. അപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ മറ്റൊരു മതസ്ഥൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നത് ഒരു മുസ്ലിമിന് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി വരുന്നുണ്ടെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സംവരണം 1936 മുതൽ 84 വർഷം അത് കൊടുത്തിട്ടും ഈ അടുത്ത കാലങ്ങളിലാണ് അവരുടെ ആ കോട്ട മറികടന്നുകൊണ്ട് ജനറൽ കോട്ടയിലേക്ക് പോലും മുസ്ലിം സമൂഹം കടന്നു വന്നത്. ഇവിടെ നമുക്ക് പരിശോധിക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് സംവരണങ്ങൾ നിലനിൽക്കുന്നതാണ്.
മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷവും നിരവധി പിന്നോക്ക സംവരണ കമ്മീഷനുകളെ പല സംസ്ഥാനങ്ങളും നിയമിക്കുകയും പല സംസ്ഥാനങ്ങളിലും അവർ ജാതി അടിസ്ഥാനത്തിലും പിന്നോക്കാവസ്ഥയെക്കുറിച്ചൊക്കെ പഠനങ്ങൾ നടത്തി അവർ ഈ OBC എന്ന ഗ്രൂപ്പിനെ പല തട്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ വളരെ മുമ്പ് തന്നെ ജാതി അടിസ്ഥാനത്തിൽ സംവരണമുണ്ട്. ഈഴവ, നാടാർ, മുസ്ലിം, ലാറ്റിൻ കാത്തലിക്, ആംഗ്ലോ ഇന്ത്യൻ, മറ്റ് പിന്നോക്ക ഹിന്ദു, മറ്റ് പിന്നോക്ക ക്രിസ്ത്യൻ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ഫ്രം ക്രിസ്ത്യാനിറ്റി, ധീവര, ഇങ്ങനെ ഓരോ കൊച്ചു ജാതിക്കും കുഞ്ഞു ഗ്രൂപ്പുകൾക്കൊക്കെ സെപ്പറേറ്റ് സംവരണം 1936 തിരുവിതാംകൂർ കാലഘട്ടം മുതലുണ്ട്. 1920 ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ മലബാറിലുണ്ട്. അങ്ങനെ വ്യത്യസ്ത ജാതികൾക്ക് തനി കോട്ടയുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമായിരുന്നിരിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും അങ്ങനെ ഓരോ ജാതി അടിസ്ഥാന സംവരണം വന്നിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പതുക്കെ വരുന്നുണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിൽ മറാത്ത സംവരണം, മറാത്ത കമ്മ്യൂണിറ്റിക്ക്. തമിഴ്നാട്ടിൽ പട്ടിക വിഭാഗങ്ങളിലെ ഒരു വളരെ പിന്നോക്ക ജാതിയായ അരുന്ധതിയാർ, അവർ സെപ്പറേറ്റ് സംവരണത്തിന് വേണ്ടി മുറവിളി കൂട്ടി അവർക്ക് 3% സംവരണം കൊടുത്തു. ആന്ധ്രാപ്രദേശിൽ പട്ടികജാതി സംവരണത്തിൽ 2 പ്രബല സമുദായങ്ങളും വേറെ കുറച്ച് ചെറിയ സമുദായങ്ങളുണ്ടായിരുന്നു. ആ പ്രബല സമുദായങ്ങളിൽ ഒന്നാണ് മാല, ഒന്ന് മാഡിക. മാഡിക ജനസംഖ്യയിൽ കൂടുതലാണ്, മാല ജനസംഖ്യയിൽ കുറവാണ്. പക്ഷേ സർക്കാർ ജോലികളിൽ കൂടുതൽ പ്രാതിനിധ്യം മാല വിഭാഗത്തിനായിരുന്നു. അതിനെതിരായിട്ട് മാഡിക വിഭാഗക്കാർ വലിയ സമരങ്ങൾ നടത്തി. അവർ റോഡുകളൊക്കെ ബ്ലോക്ക് ചെയ്ത് സമരം നടത്തിയ ഫലമായിട്ട് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പട്ടികജാതി സംവരണത്തിൽ മാഡികയ്ക്കും മാലയ്ക്കും പ്രത്യേകം സംവരണം നടപ്പാക്കി. തമിഴ്നാട്ടിലെ സംവരണത്തിൽ OBC സംവരണത്തിനെ അവർ OBC എന്നുള്ള വാക്കെടുത്ത് കളഞ്ഞിട്ട് BC ബാക്ക്വേർഡ് ക്ലാസ്, MBC മോസ്റ്റ് ബാക്ക്വേർഡ് ക്ലാസ് എന്ന് രണ്ടാക്കി. അതിൽ തന്നെ BCയിൽ 3.5% BC ക്രിസ്ത്യൻ എന്നും 3.5% BC മുസ്ലിം എന്ന രീതിയിലേക്കും വീണ്ടും അതിനെ വകതിരിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ലക്കവുമായി വീണ്ടും കാണാം. അതുവരെ നമസ്കാരം.